പ്രഭാതവേളയിൽ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. എന്താണ് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ ജീവിതത്തിന്റെ ലക്ഷ്യം? പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ നാം സംതൃപ്തരാണോ? അല്ലെങ്കിൽ നാം ആഗ്രഹിച്ച ലക്ഷ്യത്തിൽ ഒരുപക്ഷെ എത്തിയേക്കാം, ഒരുപക്ഷെ നാം ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരായിരിക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ വകയുണ്ടോ? പ്രിയ സ്നേഹിതരെ, ശൂന്യത അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം നിനക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, സർവജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗിയിൽ പ്രകാരം പറയുകയാണ്, മായ സകലതും മായ. ഈ ഭൂമിയിലെ സകല നന്മകളും അനുഭവിച്ച, അല്ലെങ്കിൽ ജ്ഞാനത്തിന് ജ്ഞാനം, സമ്പത്തിന് സമ്പത്ത്, കൊട്ടാരങ്ങൾക്ക് കൊട്ടാരം, അത്രമാത്രം സമൃദ്ധിയിൽ ജീവിച്ചിരുന്ന ശലോമോൻ പറയുകയാണ്, ഈ ഭൂമിയിലുള്ളത് സകലതും മായ. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ദൈവം മനുഷ്യന് ദൈവിക കൂട്ടായ്മയിൽ അവകാശം നൽകിയിരുന്നു. എന്നാൽ ദൈവം വെച്ചിരുന്ന വരമ്പുകളെ, അതിർത്തികളെ ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം കൊടുത്തിരുന്ന കൽപ്പനകളെ, ചട്ടങ്ങളെ ലംഘിച്ചത് നിമിത്തം ദൈവിക കൂട്ടായ്മ ആദിമ പിതാക്കൾക്ക് നഷ്ടമായി തീർന്നു, അല്ലെങ്കിൽ ആദിമ മനുഷ്യന് നഷ്ടമായി തീർന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ജീവിതത്തിന് അർത്ഥമില്ല എന്ന് നീ ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ, സ്നേഹിതരെ, ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവിക കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുന്ന ദൈവമക്കൾക്ക് വേണ്ടി സൃഷ്ടിക്കുവാൻ പോകുന്നു എന്നുള്ള വാർത്ത, അല്ലെങ്കിൽ ആ ഒരു അനുഭവം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഈ ഭൂമിയിലെ നമ്മുടെ പ്രവൃത്തി നമ്മുടെ നിത്യതയെ തീരുമാനിക്കുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നിത്യ സന്തോഷത്തെ തീരുമാനിക്കുമെങ്കിൽ, ഇന്ന് പകൽക്കാലം ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ശൂന്യത മാത്രം കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പ്രിയ സ്നേഹിതരെ, ഈ ഭൂമിയിലെ സന്തോഷങ്ങളെക്കാൾ ഉപരി, ഈ ഭൂമിയിലെ നാം അനുഭവിക്കുന്ന സമാധാനങ്ങളെക്കാൾ എല്ലാം ഉപരിയായി നിത്യതയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ഒരുങ്ങുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കാണുന്ന ആരെങ്കിലും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ചിട്ടില്ല എങ്കിൽ, പ്രിയ സ്നേഹിതരെ, സ്നേഹത്തോടെ ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ, ദൈവം ഈ ജീവിതത്തിൽ നമുക്ക് നൽകി തന്നിരിക്കുന്ന ഏറ്റവും നല്ല സുവർണാവസരമാണ്. ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിന് അനുസരണമായി ഒരു ജീവിതം നയിക്കുവാൻ തയ്യാറാണെങ്കിൽ, ആ പുതിയ ആകാശത്തിൽ, പുതിയ ഭൂമി, നമുക്ക് വേണ്ടി ദൈവിക കൂട്ടായ്മ ഒരുക്കുന്ന ക്രിസ്തുവിനോട് കൂടെയുള്ള ദിവസങ്ങൾ നമ്മുടെ മുൻപിൽ വിദൂരമല്ല. എത്രയും താമസ്യമെല്ലാം നമുക്ക് വാക്ക് തന്ന പ്രാണപ്രിയൻ നമ്മെ ചേർക്കുവാനായി മടങ്ങി വരും. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുക്കാം, അനേകരെ ഒരുക്കാം, നമുക്കും ഒരുങ്ങാം. അതിനായിട്ട് ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. സമൃദ്ധിയുടെ, അനുഗ്രഹത്തിന്റെ, ഐശ്വര്യത്തിന്റെ ഒരു ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് നേരുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.